SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. SNDP യോഗം അംഗങ്ങളായ 2 പേരാണ് ഹർജി നൽകിയത്. ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, എന്താണ് ഈ സംഗതി? എന്താണ്, ആരാണ് ഹർജിയുമായി രംഗത്തുള്ളവർ? അംഗങ്ങളാണ്, പ്രധാനപ്പെട്ട 2 അംഗങ്ങളാണ് ഇപ്പോൾ ഹർജിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതൊരു അപ്പീൽ ഹർജിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം ഇട്ടിരുന്നു. എല്ലാ SNDP അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതായിരുന്നു ആ ബെഞ്ച് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രാതിനിധ്യ വോട്ടവകാശത്തിന് അനുകൂലമായിട്ടുള്ള വിധി, അതിനുള്ള ഒരു അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് അത് റദ്ദാക്കിയിരുന്നു. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ കൂടി ഉത്തരവിനെതിരെ ആണ് ഇപ്പോൾ SNDP അംഗങ്ങൾ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ശരിയല്ല എന്നുമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേവലം തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ കുറച്ചുപേർ മാത്രമാണ് ഇതിൽ വോട്ട് ചെയ്യുന്നതെന്നും അവർ വ്യവസ്ഥാപിതമായ രീതിയിൽ വോട്ട് ചെയ്യപ്പെടുകയാണ്, അംഗങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം SNDP യോഗം ഇവിടെ തടസ്സവാദ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായി ഇത്തരത്തിൽ ഉത്തരവിടരുത്, അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാവുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സത്യഭാമ ഇതിനകം തന്നെ തടസ്സവാദ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ശരി.